കേരള പോലീസിന്റെ ആസ്ഥാനത്തിന് മുന്നിൽ അരങ്ങേറിയ നാണംകെട്ട സംഭവങ്ങൾ വെറും ഒരു ഉദ്യോഗസ്ഥർ തമ്മിലുള്ള തമ്മിൽ തല്ലായിട്ട് കാണാൻ കഴിയില്ല. എന്തുകൊണ്ടാണ് പിണറായി വിജയന്റെ പോലീസിനെ ജനങ്ങൾ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നത് എന്ന് മനസ്സിലാക്കണമെങ്കിൽ അവിടെ നടന്ന കാര്യങ്ങളുടെ ഗൗരവം നാം തിരിച്ചറിയണം. തിരുവനന്തപുരം നഗരത്തിലെ അതീവ സുരക്ഷാ മേഖലയിലാണ് ഈ സംഭവം നടന്നത്. VIP സുരക്ഷാ പാതയിൽ, അതായത് മുഖ്യമന്ത്രിയോ ഗവർണറോ കടന്നു പോകേണ്ടുന്ന പാതയിൽ നിയമവിരുദ്ധമായ ഒരു കാർ പാർക്ക് ചെയ്തിരിക്കുന്നു. ട്രാഫിക് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന വിശാഖ് എന്ന സീനിയർ ഓഫീസർ തന്റെ ഔദ്യോഗിക കൃത്യനിർവഹണത്തിന്റെ ഭാഗമായി ആ വണ്ടി അവിടെ നിന്നും മാറ്റാൻ ആവശ്യപ്പെട്ടു. ഒരു പോലീസുകാരൻ ചെയ്യേണ്ട ഏറ്റവും പ്രാഥമികമായ കടമയാണിത്. നിയമം ലംഘിച്ച് വണ്ടിയിട്ടവരോട് അത് മാറ്റാൻ പറഞ്ഞതാണോ ആ ഉദ്യോഗസ്ഥൻ ചെയ്ത തെറ്റ് എന്ന ചോദ്യമാണ് വീണ്ടും ഉയരുന്നത്. സ്വന്തം ജോലി കൃത്യമായി ചെയ്ത ആ ഉദ്യോഗസ്ഥന് പ്രതിഫലമായി ലഭിച്ചത് ക്രൂരമായ മർദ്ദനമാണ്, അതും മറ്റൊരു പോലീസുകാരന്റെ കയ്യിൽ നിന്ന്. തന്റെ അമ്മയോട് വണ്ടി മാറ്റാൻ പറഞ്ഞു എന്ന കാരണത്താലാണ് കിരൺ എന്ന ജൂനിയർ ഓഫീസർ സഹപ്രവർത്തകനെ തെരുവിൽ തല്ലിച്ചതച്ചത്. യൂണിഫോമിലുള്ള ഒരു പോലീസുകാരനും മറ്റൊരു പോലീസുകാരന്റെ കയ്യിൽ നിന്ന് പോലും രക്ഷയില്ലാത്ത അവസ്ഥ. ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ തന്റെ ഡ്യൂട്ടി ചെയ്യുമ്പോൾ ഇതാണ് അവസ്ഥയെങ്കിൽ സാധാരണക്കാരനായ ഒരു പൗരൻ പോലീസിനോട് ഒരു പരാതി പറഞ്ഞാലോ അല്ലെങ്കിൽ ഒരു ചോദ്യം ചോദിച്ചാലും എന്തായിരിക്കും അവസ്ഥ? നിയമം നടപ്പിലാക്കേണ്ടവർ തന്നെ ഗുണ്ടകളെപ്പോലെ പെരുമാറുന്നത് കാണുമ്പോഴാണ് പിണറായി വിജയന്റെ പോലീസ് നയം പരാജയമാണ് എന്ന് ജനങ്ങൾക്ക് ഉറപ്പിച്ചു പറയേണ്ടി വരുന്നത്. പോലീസ് ആസ്ഥാനത്തിന് തൊട്ടുമുന്നിൽ DGPയുടെ മൂക്കിന് താഴെ പോലും സ്വന്തം ഉദ്യോഗസ്ഥർക്ക് സുരക്ഷിതമായി ഡ്യൂട്ടി ചെയ്യാൻ കഴിയുന്നില്ല എന്നത് ആഭ്യന്തര വകുപ്പിന്റെ വലിയ വീഴ്ചയാണ്. നിയമത്തോടോ അച്ചടക്കത്തോടോ യാതൊരു ബഹുമാനവുമില്ലാത്ത ഒരു വിഭാഗം ഉദ്യോഗസ്ഥർ സേനക്കുള്ളിൽ വളർന്നു വരുന്നു എന്നർത്ഥം. രാഷ്ട്രീയ സ്വാധീനമുണ്ടെങ്കിൽ ആരെയും തല്ലാം, എന്ത് അനാചാരവും കാണിക്കാം എന്ന ധിക്കാരമാണ് ഇവിടെ പ്രകടമാകുന്നത്. കൃത്യനിർവഹണം നടത്തുന്ന ഉദ്യോഗസ്ഥനെ മർദ്ദിച്ച കിരണിനെതിരെ ഉടൻ നടപടിയെടുക്കുന്നതിന് പകരം സംഭവത്തെ ഒതുക്കി തീർക്കാൻ ശ്രമിക്കുന്നത് പോലീസിലെ ക്രിമിനൽ വൽക്കരണത്തിന്റെ തെളിവ് കൂടിയാണ്. പോലീസ് സേനയുടെ നട്ടെല്ല് തകർന്നിരിക്കുന്നു എന്ന് പറയുന്നതിന്റെ കാരണവും ഇത് തന്നെയാണ്. നിയമം ലംഘിക്കുന്നവർക്ക് ശിക്ഷ ലഭിക്കില്ലെന്നും സ്വാധീനമുള്ളവർക്ക് എന്തുമാകാമെന്നുമുള്ള സാഹചര്യം ഒരു ജനാധിപത്യ സർക്കാരിന് വലിയൊരു നാണക്കേടാണ്. മർദ്ദനമേറ്റ വിശാഖിനെതിരെ പ്രതിയുടെ ഭാഗത്ത് നിന്ന് കള്ളപ്പരാതി നൽകി കേസെടുപ്പിക്കാൻ ശ്രമിക്കുന്നത് നീതിന്യായ വ്യവസ്ഥയെ തന്നെ വെല്ലുവിളിക്കലാണ്. DGP ഓഫീസിന് തൊട്ടു മുന്നിൽ ഒരു സംഘർഷം നടന്നിട്ടും അവിടെ ഉണ്ടായിരുന്ന മറ്റു ഉദ്യോഗസ്ഥർ കാഴ്ചക്കാരായി നോക്കി നിന്നു എന്നത് സേനയുടെ നട്ടെല്ല് തകർന്നു എന്നതിന്റെ തെളിവ് കൂടിയാണ്. പോലീസിനെ നിയന്ത്രിക്കാൻ ഇന്ന് ഉന്നത ഉദ്യോഗസ്ഥർക്ക് കഴിയുന്നില്ല. പകരം പാർട്ടി ഓഫീസുകളിൽ നിന്നും ക്ലിപ്പ് ഹൗസിൽ നിന്നും വരുന്ന നിർദ്ദേശങ്ങൾക്കനുസരിച്ചാണ് ഇന്ന് കേരളത്തിലെ പോലീസ് ചലിക്കുന്നത്. ഈ രാഷ്ട്രീയവൽക്കരണമാണ് സേനയിലെ അച്ചടക്കത്തെ തകർത്തതും. യൂണിഫോം ഇട്ട ഒരു ഉദ്യോഗസ്ഥനെ മർദ്ദിച്ചിട്ടും പ്രതിയായ കിരണിനെതിരെ ഉടൻ നടപടിയെടുക്കാൻ അധികർ മടിച്ചതും അയാളുടെ രാഷ്ട്രീയ സ്വാധീനം ഭയന്നത് തന്നെയാണ്. അത് പകൽ പോലെ വ്യക്തവുമാണ്. എന്തായാലും ഇന്നിപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച സ്ഥിതിക്ക് പിണറായിയുടെ അണ്ടർ കസ്റ്റഡിയിലല്ല ഈ പോലീസ്, പകരം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അണ്ടർ കസ്റ്റഡിയിലാണ് എന്നുള്ളത്.